ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജി കെ സിംപ്ലിഫൈഡിൻ്റെ പുതിയൊരു സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പഠിച്ചു തുടങ്ങിയ കാലം മുതലേ എനിക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർക്കുണ്ടായിരുന്ന ഡൗട്ട്, ഇന്നും കേൾക്കുന്നൊരു ഡൗട്ട്, ഇതൊരു പെരണിയൽ നദി എന്നൊക്കെ പറയില്ലേ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ പെരണിയലായിട്ടുള്ളൊരു പ്രശ്നമാണ്. എന്താണ്? ഹൗ ടു റീഡ് NCERTs ഫോർ SSC RRB എക്സാംസ്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയാണ് UPSC പരീക്ഷയ്ക്ക് വേണ്ടി ഇത് വായിക്കേണ്ടത് എന്നൊരു സംശയം കേട്ടിട്ടുണ്ട്. SSC RRBയിലേക്ക് വരുമ്പോൾ ഇത് ആവശ്യമുണ്ടോ, ഇത് വായിക്കണമെങ്കിൽ എങ്ങനെയാണ് എന്നൊരു ചോദ്യം നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ വ്യക്തികളിലോട് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആക്ച്വലി ദ ആർട്ട് ഓഫ് റീഡിങ് NCERTs എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം നമ്മൾ 6ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളതാണ് SCERT അല്ലെങ്കിൽ NCERT എന്ന് പറയുന്നത്. ഇപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈവൻ 6ാം ക്ലാസ്സിലുള്ള കാര്യങ്ങൾ പോലും നമുക്ക് അറിയില്ല എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് വായിക്കേണ്ടത്, എങ്ങനെയാണത് വായിക്കേണ്ടത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ വായിക്കണം, ഉദാഹരണ സഹിതം ഞങ്ങൾക്ക് കാണിച്ചു തരാം. ചില ചോദ്യങ്ങൾ ഞാൻ സ്വയം ചോദിച്ച ചില ചോദ്യങ്ങളാണ്, നിങ്ങളും സ്വയം ചോദിക്കുന്നുണ്ടാവും. ഈ ചോദ്യങ്ങളിലൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോദ്യങ്ങൾ ഒരിക്കലും എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടിയിട്ടില്ല. ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചോദ്യങ്ങൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ദ ആർട്ട് ഓഫ് പ്രൊക്രാസ്റ്റിനേഷൻ, വലിച്ചു നീട്ടുക, ഒന്നും ചെയ്യാതെ ഇങ്ങനെ വലിച്ചു നീട്ടുക. വായിക്കണോ വേണ്ട, വായിച്ച സമയം പോവും. ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ പ്രൊക്രാസ്റ്റിനേഷൻ എങ്ങനെ അവസാനിപ്പിക്കാം? 6 ചോദ്യങ്ങളാണ്. ഇതിൽ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം. ഒന്നാമത്തെ ചോദ്യം, ഹൗ റിലവൻറ്റ് ആർ ദ NCERTs? NCERTs റിലവൻ്റ് ആണോ? ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങളിൽ പലരും ആ ചോദ്യം ചോദിക്കൽ നിർത്തിയിട്ടുണ്ടാവും. കാരണം എവിടെയെങ്കിലുമൊക്കെ ആയിട്ട്, നിങ്ങൾ ഏത് അക്കാഡമിയിൽ പഠിക്കുന്നവരാകട്ടെ, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളിത് കേട്ടിട്ടുണ്ടാകും. NCERT എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ആണ് ജനറൽ നോളജ് എന്ന് പറയുന്ന വിഷയത്തിൻ്റെ ബേസ്, ജനറൽ അവയർനെസ്സിൻ്റെ ബേസ്. കറണ്ട് അഫയേഴ്സ് ഒഴികെ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, ആർട്ട് ആൻഡ് കൾച്ചർ, ജനറൽ സയൻസ് വിച്ച് ഇൻക്ലൂഡ്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് NCERT ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആണല്ലോ. രണ്ടാമത്തേത്, ഇത് വായിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന, എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്താണ്? ഐ ആം വേസ്റ്റിംഗ് എ ലോട്ട് ഓഫ് ടൈം റീഡിങ് ദ NCERTs. ഞാൻ NCERT വായിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല. ഞാൻ ഒരുപാട് സമയം വേസ്റ്റ് ആക്കുന്നുണ്ട്. നിങ്ങൾ സമയം വേസ്റ്റ് ആക്കുന്ന GK ഒരു സോഴ്സ് പറയട്ടെ. എല്ലാവരും വായിക്കണമെന്ന് വിചാരിക്കുന്ന, എല്ലാവരും സമയം വേസ്റ്റ് ചെയ്യുന്നത് വേറൊന്നും തോന്നരുത്, അതാണ് ലൂസൻസ് GK. അതാണ് ലൂസൻസ് GK. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു മഞ്ഞ ബുക്ക്. ലൂസൻസ് GK വായിച്ചു തീർത്ത ഒരാളെ പോലും എനിക്കറിയില്ല. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. ശ്രമിച്ച് ജയിച്ചു എന്ന് ആരും തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം ആ ബുക്കിൽ കുറച്ച് പേജുകൾ ഒരുപാട് കാര്യങ്ങൾ തള്ളിക്കയറ്റി വെച്ചിട്ടുണ്ട്. മാക്സിമം ഇൻഫർമേഷൻ, ഒരു എൻസൈക്ലോപീഡിയ പോലൊരു റെഫറൻസിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പക്ഷെ അതിൽ നിന്ന് വായിച്ച് കിട്ടില്ല. എന്നാൽ NCERT വായിക്കുന്നത് ഒരിക്കലും ഒരു ടൈം വേസ്റ്റ് അല്ല. ഇനി ഇത് നിങ്ങൾ പറയരുത്. സുഹൃത്തെ, 6ാം ക്ലാസ്സിലെ NCERT നിങ്ങൾ വായിക്കുമ്പോൾ അത് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അത് എഴുതിയിട്ടുള്ളത് ഒരു 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടാണ്. ഒരു 10, 11, 12 വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അത് എഴുതിയിട്ടുള്ളത്. അവരെ എങ്ങനെ ചിന്തിപ്പിക്കാം, എങ്ങനെ കുറച്ചുകൂടി ഇമാജിൻ ചെയ്യിപ്പിക്കാം, അവരെ കൊണ്ട് എങ്ങനെ എന്താ പറയുക, ബുക്കിൽ നിന്ന് മാത്രം ഇൻഫർമേഷൻ ഇല്ലാതെ ഗംഗ എവിടെയെന്ന് പറയുമ്പോൾ ഗംഗയെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ സമയം വേസ്റ്റ് ആകുന്നില്ല. അവിടെ എവിടെയൊക്കെയോ നിങ്ങൾ നിർത്തിവെച്ച പഠന രീതിയില്ലേ, എങ്ങനെയാണ് ഇമാജിനിങ് അല്ലെങ്കിൽ ഇമാജിനേഷൻ. GKക്ക് ആവശ്യമായിട്ടുള്ളത് അതാണ്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഇമാജിൻ ചെയ്യുക. ഈ സാധനം NCERT വായിക്കുന്നതിലൂടെ പൊടി തട്ടിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. സോ യു ആർ നോട്ട് വേസ്റ്റിംഗ് യുവർ ടൈം. 3, പുതുതായിട്ട് കേട്ടു തുടങ്ങിയതാണ്, കുറച്ച് വർഷമായിട്ടുള്ളൂ. ഷുഡ് ഐ റീഡ് ദ ഓൾഡ് വൺ ഓർ ദ ന്യൂ വൺ? പഴയത് വായിക്കണോ പുതിയത് വായിക്കണോ? പഴയതിലെ ചില കാര്യങ്ങൾ പുതിയതിൽ പോയിട്ടില്ലേ? ഉണ്ട്. പുതിയതിലുള്ള ചില കാര്യങ്ങൾ, പുതിയതിലുള്ള ഇല്ലാത്ത ചില കാര്യങ്ങൾ പഴയതിലില്ലേ? ഉണ്ട്. അപ്പം ഞാൻ ഏതാ വായിക്കണ്ടേ? നിങ്ങൾ ഏതെങ്കിലും വായിച്ചാൽ മതി. നിങ്ങൾക്ക് പഴയതും വായിക്കാം, നിങ്ങൾക്ക് പുതിയതും വായിക്കാം. സമയമുണ്ടെങ്കിൽ രണ്ടും വായിക്കാം. പഴയത് വായിച്ചിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ പുതിയത് വായിച്ചു തുടങ്ങാം. ഞാൻ രണ്ടും വായിച്ച് നോക്കിയിട്ടുണ്ട്. എല്ലാം ഒന്നുമല്ല, പഴയത് ഓൾമോസ്റ്റ് എല്ലാം വായിച്ചിട്ടുണ്ട്. പുതിയതിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. പഴയതിലുള്ള ചില ഏരിയാസ്, ഡൽഹി സുൽത്താനേറ്റ് പോലെയുള്ളതിൻ്റെ പ്രാധാന്യം പുതിയത് വളരെ കുറവാണ്. പക്ഷേ പുതിയതിലെ കുറേ കൂടെ നല്ല മാപ്പുകൾ, കുറേ കൂടെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്ന കുറേ കാര്യങ്ങൾ പഴയതിലില്ല. അപ്പോൾ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം വായിക്കുക, അത്രേ ഉള്ളൂ. ഈ ചോദ്യം അവസാനിച്ചു. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ വായിക്കുക. ഓക്കെ. ഏതൊക്കെ സ്റ്റാൻഡേർഡിലാണ് വായിക്കേണ്ടത്? വിച്ച് സ്റ്റാൻഡേർഡ് ഷുഡ് ഐ റീഡ്? എനിക്ക് 6 ഭയങ്കര എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. സുഹൃത്തെ, 6 പറയുന്ന കണ്ടന്റ്, സപ്പോസ് ഹിസ്റ്ററിയിലെ കണ്ടന്റ്, അത് തന്നെയാണ് 7, 8, 9, 10, 11, 12 കുറച്ചുകൂടെ ആഴത്തിൽ പറയുന്നത്. ചിലപ്പോൾ പല ഏരിയാസ് പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെടുമെന്ന് മാത്രം. അപ്പോൾ 6 നിങ്ങൾ ബുദ്ധിസത്തിൻ്റെ സർഫസ് ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 7, 8, 9
ഏൻഷ്യൻ്റ് പോർഷൻ വരുന്നിടത്ത് അത് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കും. അപ്പോൾ നിങ്ങൾ 6 മുതൽ വായിക്കുക, 6 മുതൽ 12 വരെ വായിക്കുക. 6 വായിച്ച് തുടങ്ങും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമായല്ലോ. അടുത്തത്, ഹൗ ടു മേക്ക് നോട്ട്സ് ഫ്രം NCERTs. ഒന്ന്, നോട്ട് ഉണ്ടാക്കണമെങ്കിൽ അതെങ്ങനെയാണ്, അത് ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അടുത്തത്, വെയർ ടു ഫൈൻഡ് NCERTs. പഴയ NCERTയും പുതിയ NCERTയും സബ്ജക്റ്റ് വൈസ് തിരിച്ച്, ഹിസ്റ്ററിയുടെ കീഴിലുള്ളത്, പൊളിറ്റിയുടെ കീഴിലുള്ളത്. പുതിയ NCERT പിന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് NCERT എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് വെബ്സൈറ്റിലേക്ക് പോകും, നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്യാം. പഴയ NCERTയുടെ സബ്ജക്റ്റ് വൈസ് തിരിച്ച ഓരോ ലിങ്കും ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ GK സിംപ്ലിഫൈഡിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അത് പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ നേരത്തെ എപ്പോഴോ ഷെയർ ചെയ്താണ്, ഞാനത് ഒന്നുകൂടെ ഓർഡർ ആക്കാനുണ്ടെങ്കിൽ ഓർഡർ ആക്കിയിട്ട് അത് പിൻ ചെയ്ത് വെക്കാം. അപ്പം ഇനി സോഴ്സ് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത് കേട്ടോ. സോഴ്സ് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ പഠിക്കാതിരിക്കരുത്. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. NCERT വായിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കാരണവന്മാർ പറയുന്ന പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. സത്യമാണ്. കാരണം ഏതൊരു NCERTയുടെ മുമ്പിൽ നമുക്ക് നമ്മുടെ നാഷണൽ ആന്തം കാണാൻ സാധിക്കും. ഇപ്പോൾ വന്ദേമാതരം ചർച്ചയൊക്കെ നടക്കുന്ന കോണ്ടെക്സ്റ്റിൽ നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. ഭാവിയിൽ നാഷണൽ ആന്തത്തിൻ്റെ കൂടെ ഒരുപക്ഷെ നിങ്ങൾക്ക് നാഷണൽ സോങ് കാണാൻ സാധിക്കും. ഈ ജനഗണമന എത്രയോ തവണ ചൊല്ലിയവരാണ് നമ്മൾ. ഇതിലെ വാക്കുകൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. SSCയും RRBയും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഈ ജനഗണമനയിൽ പറയുന്ന ഒരു വാക്ക് ഉത്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ്രാവിഡ, ഉത്കല, ബംഗ. ഉത്കൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒഡീഷയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന് തൊട്ട് താഴെ തന്നിട്ടുണ്ട്, അവർ നാഷണൽ ആന്തം വാസ് ഒറിജിനലി കമ്പോസ്ഡ് ഇൻ ബംഗ്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഏത് ഭാഷയിലാണ്? ഹിന്ദിയിലല്ല, ബംഗ്ല ഭാഷയിലാണ്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. അതിൻ്റെ ഹിന്ദി വേർഷനാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. നമ്മളെന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 946 ഡിസംബർ 9 മീറ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എപ്പോഴാണ് നാഷണൽ ആന്തവും നാഷണൽ സോങ്ങും അഡോപ്റ്റ് ചെയ്തത്? സെയിം ഡേറ്റിലാണ്. എന്താ ഡേറ്റ്? 950 ജാനുവരി 24. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അവസാന ദിവസം, റിപ്പബ്ലിക് ആകുന്നതിന് 2 ദിവസം മുന്നേ. 950 ജാനുവരി 24. ഇത് 6ാം ക്ലാസ്സിൽ NCERTയിലെ ആദ്യ പേജാണ്. ഇനി നിങ്ങൾ ഇതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇന്ത്യയുടെ ഒരു ക്ലിയർ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇന്ത്യയുടെ ഒരു ക്ലിയർ ഇമേജ്. അതാണ് ഞാൻ പറയുന്നത്. ആ സാധനത്തിൻ്റെ വാല്യൂ നമുക്കറിയില്ല. ഇത് എത്രയൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു വാശിയുണ്ട്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടെങ്കിലും ഞങ്ങളത് മണക്കില്ല. മുറ്റത്തെ മുല്ല ഞങ്ങൾ മണക്കില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം. ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ ആണ്. എന്താണ്? പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ലക്ഷ്യപ്രമേയം പോലെ, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പോലെ തുടങ്ങി ഒരു യാത്രയിൽ ഒരിക്കൽ മാത്രം അമെൻഡ് ചെയ്യപ്പെട്ടുകൊണ്ടുവന്ന നമ്മുടെ പ്രിയാമ്പിളിൻ്റെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള വാക്കുകൾ, ഈ മെൻഷൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എത്രയോ തവണ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും നിങ്ങളെ ചലഞ്ച് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. പ്രിയാമ്പിളിൽ നിന്ന് SSCയും RRBയും ചോദിച്ചിട്ടുള്ള 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം നമുക്ക് ഇവിടെയുണ്ട്. ഓരോ NCERTയിലും നമുക്ക് കാണാൻ സാധിക്കുന്ന എന്നാൽ നമ്മൾ മണത്ത് നോക്കാത്ത മുല്ലയാണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇത് ഏതൊരു NCERTയിലുള്ളതാണ്. ഞാൻ NCERTയുടെ ഹൗ റിലവൻ്റ് ആർ ദ NCERTs എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് എങ്ങനെ വായിക്കാം? ദ ആർട്ട് ഓഫ് റീഡിങ് NCERTs ഫോർ SSC RRB എക്സാംസ്. SSC ആകട്ടെ, RRB ആകട്ടെ, UPSC ആകട്ടെ, PSC ആകട്ടെ, NCERTs ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ സിലബസിൻ്റെ ഭാഗമാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എക്സ്ട്രാ എഫേർട്ട് എത്ര എടുക്കുന്നു എന്നുള്ളതാണ് ഓരോ പരീക്ഷയ്ക്കും നമ്മൾ മാറി ചെയ്യേണ്ടത്. വായിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ആകെ ചെയ്യുന്നത്, ഒരുപാട് NCERTകൾ എടുക്കാം. ഞാൻ എടുക്കുന്നത് ഓൾഡ് NCERT ആണ്. അതിന് വേറൊരു ഉദ്ദേശമൊന്നുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് ഈ ബുക്കാണ്, പലതവണ വായിച്ചിട്ടുള്ളത് ഈ ബുക്കാണ്. ഓൾഡ് NCERTയിലെ 6ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ആദ്യ പോർഷൻ പാസ് 1, സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയിൽ ഫോക്കസ് ചെയ്യുന്ന പാസ് 1. അതിലെ പല ചാപ്റ്ററുകളിൽ ചാപ്റ്റർ 1, 2, 7, 11 ഇതിലെ ചെറിയ ചില സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാ എടുത്തിട്ടുള്ളത്? 6ാം ക്ലാസ്. എനിക്ക് വേണമെങ്കിൽ 12ാം ക്ലാസ് എടുക്കാം. അപ്പോൾ 6ാം ക്ലാസ്സിൻ്റെ റിലവൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതിലൊന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എങ്ങനെ വായിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 6ാം ക്ലാസ്സിലെ കുട്ടിയാട്ടോ നിങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും 6ാം ക്ലാസ്സിലൊരു കുട്ടിയാണ്. ഇതിലെ ചില സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കി. ഫൈൻഡ് റിവർ നർമ്മദ ഓൺ മാപ്പ് 1. NCERTയിൽ തന്നിട്ടുള്ള ഈ മാപ്പിൽ നർമ്മദയെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക്, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, SSCക്കോ RRBക്കോ PSCക്കോ എന്തിന് പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്നവരാകട്ടെ, വേണ്ട,
ഡിഗ്രി കഴിഞ്ഞവരാണ് നിങ്ങൾ. എത്ര പേർക്ക് നർമ്മദയെ പറ്റി കൃത്യമായിട്ട് പറയാൻ സാധിക്കും? മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ബോർഡറിൽ നിന്ന് തുടങ്ങി ഇന്ത്യയുടെ പടിഞ്ഞാട്ടൊഴുകുന്ന പെനിൻസുലാർ നദികളിൽ ഏറ്റവും വലുതാണ് നമ്മുടെ വിന്ധ്യ സത്പുര റേഞ്ചിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കിടക്കുന്ന നദിയാണ് നമ്മുടെ നർമ്മദ നദി എന്ന് പറയുന്നത്. എത്ര പേർക്കറിയാം നർമ്മദയുടെ താഴെ നമുക്ക് തപ്പി അല്ലെങ്കിൽ തപ്തി നദിയുണ്ട്. ഓക്കെ, റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദികളാണിത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാർത്തയിൽ കാണാറുണ്ട്. കാരണം ഈ ഭാഗത്ത് സർദാർ സരോവർ ഡാം ഉണ്ട്, അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ട് ഗുജറാത്ത് ഭാഗത്ത്. ക്ലിയർ ആണോ? നർമ്മദയെ നോക്കുക, കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. പീപ്പിൾ ഹാവ് ലിവ്ഡ് അലോങ് ദ ബാങ്ക്സ് ഓഫ് ദിസ് റിവർ ഫോർ സെവറൽ 100,000 ഇയേഴ്സ്. നമ്മൾ പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്കിൽ പഠിക്കുന്ന കാലഘട്ടമാണ്. സം ഓഫ് ദ ഏർലിയസ്റ്റ് പീപ്പിൾ ഹു ലിവ്ഡ് ഹിയർ വെർ സ്കിൽഡ് ഗ്യാദറേഴ്സ്. ഹണ്ടേഴ്സ് ഗ്യാദറേഴ്സ് കാലഘട്ടം. പീപ്പിൾ ഹു ഗ്യാദർഡ് their food. They knew about the vast wealth of plants surrounding etc. 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 They also hunted animals. നിയോലിത്തിക് കാലഘട്ടത്തിലെ ആളുകളുടെ ജോബ് എന്തായിരുന്നു? പറഞ്ഞേ, ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ്. അവരെ പറ്റിയിട്ടല്ലേ പറയുന്നത്, ദേ ഹണ്ടഡ് ആനിമൽസ്. അടുത്തത് ജോഗ്രഫിയിലൊക്കെ നമ്മളോട് ചോദിക്കുന്നതാണ്. മൗണ്ടൻ റേഞ്ചസ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അറേഞ്ച് ചെയ്യുക, പ്രസന്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കുക. എത്ര പേർക്കറിയാം സുലൈമാൻ ഹിൽസിനെ? എത്ര പേർക്കറിയാം കിർത്താർ ഹിൽസിനെ? ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പോർഷനിൽ കാണുന്ന സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ്, സോറി ഇത് കാബൂൾ നദിയാണ്, ഇത് സുലൈമാൻ ആൻഡ് കിർത്താർ ഹിൽസ്. ഈ പോർഷനിൽ ഇന്നത്തെ പാകിസ്ഥാനിലാണ് സുലൈമാൻ കിർത്താർ ഹിൽസ് വരുന്നത്. എത്ര പേർക്ക് അറിയാം സുലൈമാൻ കിർത്താർ ഹിൽസ്? സം ഓഫ് ദ ഏരിയാസ് വെയർ വുമൻ ആൻഡ് മെൻ ഫസ്റ്റ് ബിഗൺ ടു ഗ്രോ ക്രോപ്സ് സച്ച് ആസ് വീറ്റ് ആൻഡ് ബാർലി അബൌട്ട് 8,000 years ago. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നിയോലിത്തിക് കാലഘട്ടമാണ് നമ്മളിവിടെ പറയുന്നത്. നിയോലിത്തിക് കാലഘട്ടത്തിൽ പീപ്പിൾ സ്റ്റാർട്ടഡ് സെറ്റിൽ ലൈഫ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റാർട്ടിങ് അഗ്രികൾച്ചർ. കൃഷി തുടങ്ങി. ആദ്യമായിട്ട് കൃഷി ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വീറ്റും ബാർലിയും. ആദ്യമായിട്ട് കൃഷി ചെയ്യപ്പെട്ട സ്ഥലങ്ങൾ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പോർഷനാണ് അല്ലേ? ആ നിയോലിത്തിക് കാലഘട്ടത്തിന് ശേഷം മെറ്റൽ ഏജ് വരുന്നു, മെറ്റൽ ഏജിൽ ബ്രോൺസ് ഏജ് വരുന്നു, ബ്രോൺസ് ഏജിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ ഒരു പോർഷനല്ലേ? അവിടെ നിന്നും അല്ലേ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ടാകും. എൻ്റെ ക്ലാസ്സുകളിലോ വേറെ ഏതെങ്കിലും ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ സ്വയം പഠിച്ചതിൽ നിന്നോ നിങ്ങൾക്ക് ആ ഒരു ടൈം ലൈൻ ഓർമ്മയുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അടുത്തത് അവർ മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. ഏതൊക്കെയാണ്? ഷീപ്പ്, ഗോട്ട്, കാറ്റിൽ. പതുക്കെ താമസിക്കാൻ തുടങ്ങി. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഗാരോ ഹിൽസ്, ഗാരോ, ഖാസി, ജൈന്തിയ ഹിൽസ്. ഇപ്പോൾ വാർത്തയിലുണ്ട് ഇല്ലീഗൽ മൈൻ മേഘാലയയിൽ തകർന്നു വീണു, 30-ലധികം തൊഴിലാളികൾ മരിച്ചു. ഇല്ലീഗൽ മൈനാണ്, റാറ്റ് ഹോൾ മൈൻ എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വാർത്തയിൽ വരുന്നുണ്ട്. ഗാരോ, ഖാസി, ജൈന്തിയ എവിടെയാണെന്ന് മനസ്സിലായോ? ദാ ഏറ്റവും അധികം മഴ കിട്ടുന്ന ഒന്നാണ് GK ജെയിൻ. അതാണ് എൻ്റെ കോഡ്. GK അറിയാവുന്ന ജെയിൻ. ഖാരോ, ഖാസി, ജൈന്തിയ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് മേഘാലയയിലാണ്. അടുത്തവർ പറയുന്നു നോക്കിയേ, വിന്ധ്യയെ ലൊക്കേറ്റ് ചെയ്യുക. വിന്ധ്യ സത്പുര. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ റഫ്ലി നോർത്ത് സൗത്ത് എന്ന് വിളിക്കാൻ കാരണമായിട്ടുള്ളത് ഈ വിന്ധ്യ, സത്പുര, അതുപോലെ നർമ്മദ നദികളൊക്കെയാണ്. നർമ്മദയ്ക്ക് അങ്ങോട്ടും നർമ്മദയ്ക്ക് ഇങ്ങോട്ടും, വിന്ധ്യൻ അങ്ങോട്ടും വിന്ധ്യൻ ഇങ്ങോട്ടും. ഇതൊക്കെയാണ് നോർത്ത് സൗത്ത് എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു ബേസ്. ഇതേ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് ട്രേസ് റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. UPSC പരീക്ഷയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കണം, UPSC സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിംസിന് ഞാൻ എഴുതിയ സമയത്താണ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, സിന്ധു, ഝേലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് നദികൾ, ഇതിൽ ചില നദികൾ ഒഴുകിച്ചേരുന്നത് മറ്റൊരു നദിയിലേക്കാണ്. അത് പഞ്ചനദിയാകുന്നു, അത് സിന്ധുവിലേക്ക് ചേർന്നു. ഏത് നദിയിലേക്കാണ് ഈ നദികൾ ഒഴുകിച്ചേരുന്നത് എന്നാണ്. അത് സത്ലജ് ആണോ, രവിയാണോ, ചെനാബാണോ, ഝേലമാണോ? ഉത്തരം പറയുക. ഏത് പരീക്ഷയെ പറ്റി ഞാൻ പറയുന്നത്? UPSC സിവിൽ സർവീസിൻ്റെ പ്രിലിംസിനെ പറ്റി ഞാൻ പറയുന്നത്. ഇതേ ചോദ്യം സിന്ധുവും അതിൻ്റെ പോഷക നദികളും നമുക്ക് SSCക്കും RRBക്കും കണ്ടുകൂടെ? ഇതേതാ ബുക്ക്? 6ാം ക്ലാസ്. സോ 6ാം ക്ലാസ്സിൽ നിങ്ങൾ ഇതിനെ ട്രേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ട്രിബ്യൂട്ടറീസ്, പോഷക നദികൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുറേയൊക്കെ നമുക്കൊരു ധാരണ കിട്ടും. ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇൻഡസ് വാട്ടർ ട്രീറ്റി ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും ഈ നദികൾ വന്നു. ഇതിലെ 3 പാകിസ്ഥാനും 3 ഇന്ത്യക്കുമാണ്. അതിനുശേഷമാണ് മനുഷ്യൻ എങ്ങോട്ട് വരുന്നത്? ഗംഗയുടെയും യമുനയുടെയും തീരത്തേക്ക് വരുന്നത്. ഗംഗയുടെയും യമുനയുടെയും തീരത്തേക്ക് മനുഷ്യൻ വരുന്നു. ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ലേറ്റർ വേദിക് പീരീഡ്. ലേറ്റർ വേദിക് പീരീഡിന് ശേഷം ഈ ഭാഗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അയണോർ റിസർവുകൾ കാണാം. ഈ അയണോർ റിസർവുകളിൽ നിന്നാണ് ഇരുമ്പ് മനുഷ്യൻ വരുന്നത്. നമ്മൾ അയണേജിലേക്ക് എത്തുന്നത്, ആയുധങ്ങൾ ഉണ്ടാക്കുന്നത്, പരസ്പരം യുദ്ധം ചെയ്യുന്നത്, നോർത്തേൺ പ്ലെയിൻസിലെ കാടുകൾ ക്ലിയർ ചെയ്യുന്നത്, കൃഷി തുടങ്ങുന്നത്, സെറ്റിലാകുന്നത്, സ്ഥലങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, മഹാജനപദങ്ങൾ ഉണ്ടാകുന്നത്, മഗധ ഉണ്ടാകുന്നത്. അങ്ങനെ ചരിത്രം കുറച്ചുകൂടെ മുന്നോട്ട് പഠിക്കാൻ നമ്മൾ ഈ സാധനങ്ങൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എനിക്ക് ഇത്രയും പറയാൻ സാധിക്കുന്നത് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് തന്നെ ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ തുടങ്ങുമ്പോൾ ഇത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടില്ല.
പക്ഷെ നിങ്ങൾക്ക് സിന്ധു എവിടെ, ഗംഗ എവിടെ, ഇതിന്റെ ലൊക്കേഷൻ മനസ്സിലാകും. ഗംഗ അതിന്റെ പോഷക നദികൾ. നിങ്ങൾ അടുത്ത് വായിച്ചു നോക്കണേ. SSC CGL ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. അതിന്റെ സോഴ്സ് തപ്പി വേറെ എവിടെയും പോകണ്ട. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കുക. ഇൻ ഏൻഷ്യന്റ് ടൈംസ് ദ ഏരിയ എലോങ് ദീസ് റിവേഴ്സ് ടു ദ സൗത്ത് ഓഫ് ഗംഗ വാസ് നോൺ ആസ് മഗധ. ഈ സ്റ്റേറ്റ്മെന്റ് CGL ആണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ CGL എന്നാണ് പറഞ്ഞത്. SSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. അധികം വർഷമൊന്നും ആയിട്ടില്ല. ഇത്രയും തന്നിട്ട് ഈ ബീഹാർ തന്നില്ല കേട്ടോ. ഇവിടം വരെ തന്നിട്ട് ഇവിടെ ഒരു ഡാഷ് എന്ന് തന്നു. സെയിം സ്റ്റേറ്റ്മെന്റ്. ഇതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശം ഏതാത്? മഗധ. മഗധയുടെ ക്യാപിറ്റൽ ഓർമ്മയില്ലേ? മഗധയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽ രാജഗൃഹയിൽ നിന്നും ക്യാപിറ്റൽ മാറ്റിയത് പാടലീപുത്രത്തിലേക്കാണ്. പാടലീപുത്രം എന്ന് പറയുന്നത് ഇന്നത്തെ ബീഹാറിലെ പാട്നയാണ്. ഈ പാടലീപുത്രത്തിലാണ് ഗംഗയിലേക്ക് സോൺ നദി വന്നു ചേരുന്നത്. അതിന്റെ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കിയ ഹരിയങ്ക രാജവംശത്തിലെ ഉദയഭദ്രയാണ് ക്യാപിറ്റൽ പാടലീപുത്രത്തിലേക്ക് മാറ്റിയത്. ഓർമ്മയുണ്ടോ? 6ാം ക്ലാസ്സിൽ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റ്സ് എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. ബുർസ ഹോം എന്ന് പറയുന്ന നിയോലിത്തിക് സൈറ്റ്, മെഹർഗർ, ഇതൊക്കെ എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ, പാകിസ്ഥാൻ. നോക്ക്, ചിറന്ത് എവിടെയാണ്? ചിറന്ത് മാപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ് ബിംബേഡ്ക എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പാലിയോലിത്തിക്, മീസോലിത്തിക് സൈറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബിംബേഡ്ക ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അത് ഏത് വർഷമാണ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യപ്പെട്ടത്? 2. ആരാണ് ബിംബേഡ്ക കണ്ടെത്തിയത്? ഇത്രയും കാര്യങ്ങൾ പറയുക. ഹൻസ്ഗി ബൈച്ച്ബാൽ വാലി സൗത്ത് ഇന്ത്യയിൽ, കർണാടകയിൽ. ഇതുപോലെ തന്നെയാണ് തമിഴ്നാട്ടിലെ പയ്യമ്പള്ളി, ആദിച്ചനല്ലൂർ ഒക്കെ എക്സ്കവേഷൻസ് കാരണം ഇടയ്ക്കിടയ്ക്ക് വാർത്തയിൽ വരുന്നുണ്ട് കേട്ടോ. അസാം ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ദാവോജലി ഹേഡിംഗ്. ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണേ. ഒരിക്കൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. RRB റെയിൽവേ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സെയിം സ്റ്റേറ്റ്മെന്റ്, എക്സാക്ട് സ്റ്റേറ്റ്മെന്റ്. ഓസ്ട്രിച്ചസ് വെർ ഫൗണ്ട് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ ഡാഷ് പീരിയഡ്. ഓസ്ട്രിച്ച് വലിയ മുട്ടയുള്ള ഓസ്ട്രിച്ച്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഓസ്ട്രിച്ചിന്റെ എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചോദ്യം നോക്കി, 6ാം ക്ലാസ്സിലെ കുട്ടിയോടാണ്. നിങ്ങൾക്ക് അറിയാമോ എന്ന് പറയണേ. വേർ ഡു വി ഫൈൻഡ് ഓസ്ട്രിച്ചസ് ടുഡേ? ഇന്ന് ലോകത്ത് ഒരു ഭൂഖണ്ഡത്തിൽ മാത്രമാണ് നമുക്ക് ഓസ്ട്രിച്ചുകളെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഓസ്ട്രിച്ചിന്റെ മലയാളം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ഓസ്ട്രിച്ചുകളെ കാണാൻ സാധിക്കുന്നത് ഒരു ഭൂഖണ്ഡത്തിൽ മാത്രമാണ്. അത് ഏത് ഭൂഖണ്ഡമാണ്? 6ലെ കുട്ടികളുടെ ചോദ്യം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉത്തരം പറയുക. ഇന്ത്യയിൽ പാലിയോലിത്തിക് കാലഘട്ടത്തിൽ കണ്ടുവന്നിരുന്നവ പതുക്കെ ഇല്ലാതെയായതാണ്. ഇന്ത്യയിൽ നിന്ന് ഇല്ലാതെയായ കുറേ ജീവികളില്ലേ? നമ്മൾ ചീറ്റ റീഇൻട്രൊഡക്ഷൻ പ്രൊജക്ട് പറഞ്ഞില്ലേ? ഒരു കാലത്ത് ഉണ്ടായിരുന്നു, പിന്നീട് ഇല്ലാതെയായി. പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. എന്താണ്? ഓസ്ട്രിച്ചസ്. അപ്പോൾ NCERTയുടെ റിലവൻസ് നിങ്ങൾ ഇനി ചോദിക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കുക, NCERTക്ക് റിലവൻസ് ഉണ്ടോ? 6ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിക്കേണ്ട NCERTയിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ? ദ സ്റ്റോറി ഓഫ് ബുദ്ധ ഒന്ന് ഓടിച്ച് വായിക്കുകയാണെ. ഞാൻ ഇതിലെ PYQs ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഒന്ന് ഓടിച്ച് വായിക്കുകയാണ്. സിദ്ധാർത്ഥ, ഓൾസോ നോൺ ആസ് ഗൗതമ, ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം അല്ലേ, വാസ് ബോൺ അബൌട്ട് 2500 years ago. ഇവിടെ വർഷം പറഞ്ഞിട്ടില്ല. 7, 8, 9ലേക്ക് മുമ്പ് കൃത്യമായിട്ട് നിങ്ങൾക്ക് വർഷം പറഞ്ഞു തരും. ദിസ് വാസ് എ ടൈം ഓഫ് റാപ്പിഡ് ചേഞ്ച് ഇൻ ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ ആസ് യു സോ ഇൻ ചാപ്റ്റർ 6. Some kings in the മഹാജനപദങ്ങൾ were growing powerful, new cities were developing and life was changing in the villages as well. Chapter 10. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും കണക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം 6ാം ക്ലാസ്സിലെ NCERT ആണ്. Many thinkers were trying to understand these changes in society. They also wanted to try and find out the true meaning of life. The Buddha belonged to a small gana known as Shakya Gana. ഒരു റിപ്പബ്ലിക് ആയിരുന്ന, ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ഗണസംഘമായിരുന്ന ഒരു ചെറിയ മഹാജനപദം ഒന്നല്ലായിരുന്നു, ഒരു ചെറിയ പ്രദേശം. അതാണ് ശാക്യഗണം. നേപ്പാളില് ലുംബിനി, കപിലവസ്തു പഠിക്കുന്നില്ലേ? ഹി വാസ് എ ക്ഷത്രിയ. നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. രാജാവിന്റെ മകൻ, ലാലേട്ടനെ പോലെ രാജാവിന്റെ മകനായിരുന്നു. വെൻ ഹി വാസ് എ യങ് മാൻ ഹി ലെഫ്റ്റ് ദ കംഫർട്ട്സ് ഓഫ് ഹിസ് ഹോം ഇൻ സെർച്ച് ഓഫ് നോളജ്. ഹി വാണ്ടഡ് ഫോർ സെവറൽ ഇയേഴ്സ് മീറ്റിംഗ് ആൻഡ് ഹോൾഡിംഗ് ഡിസ്കഷൻസ് വിത്ത് അതർ തിങ്കേഴ്സ്. പലരോടും ബുദ്ധൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് പറയണേ. ബുദ്ധൻ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. നമുക്കറിയാം, ഒരുപാട് മഹാകശ്യപൻ ഉൾപ്പെടുന്ന ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ബുദ്ധന് ഗുരുക്കന്മാരുണ്ടായിരുന്നു. ബുദ്ധന്റെ 2 ഗുരുക്കന്മാരുടെ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ബുദ്ധന്റെ ഗുരുക്കന്മാരെന്ന് പറയാം, അല്ലെങ്കിൽ ബുദ്ധന്റെ മെന്റേഴ്സ് എന്ന് പറയാം. ആ 2 പേരുടെ പേര് നിങ്ങൾ കമന്റ് ആയിട്ട് പറയുക. ഓക്കെ. He finally decided to find his own path to realization and meditated for days. ഇപ്പോൾ എന്തൊക്കെയോ ഓർമ്മ തുടങ്ങുന്നില്ലേ? അണ്ടർ എ പീപ്പിൾ ട്രീ ചോദിച്ചിട്ടുണ്ട്. ഒരു അരയാൽ മരത്തിന് ചൂട്ടിൽ. എവിടെയാ? ഇന്നത്തെ ബീഹാറിലെ ബോധഗയ എന്ന് പറയുമ്പോൾ ബോധം പോവല്ല, ബുദ്ധന് ബോധം വന്നു. അവിടെ വച്ച് എൻലൈറ്റൻമെന്റ് കിട്ടിയപ്പോഴാണ് സിദ്ധാർത്ഥ ഗൗതമൻ ബോധി കിട്ടിയ ആൾ ബുദ്ധൻ എന്നുള്ള പേരിലേക്ക് എത്തുന്നത്. അങ്ങനെ അദ്ദേഹം തന്റെ സെർമൺ പല സ്ഥലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ബുദ്ധൻ പ്രബോധനം കൊടുത്ത എവിടെ വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സാർനാഥ്.
ഉത്തർപ്രദേശിലെ വാരണാസിയോട് ചേർന്ന്. ഒടുവിൽ അദ്ദേഹം മഹാപരിനിർവാണ, പാലി ഭാഷയിലെ മഹാപരിനിബ്ബണ അറ്റൈൻ ചെയ്യുന്നു. എവിടെയാണ്? ഉത്തർപ്രദേശിലെ കുഷിനാര. നോക്കിയേ, ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ജനിച്ച സ്ഥലം, പ്രാർത്ഥിക്കാനിരുന്ന സ്ഥലമേ, അതായത് എൻലൈറ്റൻമെന്റ് കിട്ടിയ സ്ഥലം, ആദ്യം പ്രഭാഷണം നടത്തിയ സ്ഥലം, മരണപ്പെട്ട സ്ഥലം, അല്ലെങ്കിൽ മഹാപരിനിർവാണം നടന്ന സ്ഥലം. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലേ? ഏതാണ്? 6ാം ക്ലാസ്സിലെ NCERT ആണ്. 6ാം ക്ലാസ്സിലെ NCERT. ബുദ്ധ സംഘങ്ങളെ പറ്റി നമ്മളോട് പറയുന്നുണ്ട്. ബുദ്ധ സംഘങ്ങളെ പറ്റി എന്തൊക്കെയാ പറയുന്നത്? വായിച്ചേ. ബുദ്ധനും മഹാവീരനും രണ്ടുപേരുടെയും കഥ വളരെ സിമിലർ ആണ് കേട്ടോ. ഇവരുടെ ഫോളോവേഴ്സ് ആണ്. സംഘം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് അല്ലേ? ഇവര് എൻലൈറ്റൻമെന്റ് കിട്ടി, ബുദ്ധന് ബോധി ലഭിച്ചു. മഹാവീരന്, വർദ്ധമാന മഹാവീരന് അദ്ദേഹം ജിനനായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഫോളോവേഴ്സ് ജൈനമതത്തിലേക്ക് എത്തുന്നത്. സോ അദ്ദേഹത്തിന് കിട്ടിയ എൻലൈറ്റൻമെന്റിനാണ് നമ്മൾ കൈവല്യം എന്നൊക്കെ പറയുന്നത്. ഇവരുടെ കഥകൾ വളരെ സിമിലർ ആണ്. ഞാൻ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ പറയുന്ന ഒരു വാക്ക് വായിച്ചു നോക്കിയേ, വിനയപീഡകം. വിനയപീഡകം എന്താണ്? SSCയുടെയും RRBയുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ റൂൾസ് മെയ്ഡ് ഫോർ ബുദ്ധിസ്റ്റ് സംഘ. ഞാൻ PYQ ഡിസ്കഷനിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ത്രിപീഡകങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധമതത്തിലെ ഏറ്റവും അനിഷേധ്യമായിട്ടുള്ള അവരുടെ ഒരു റിലീജിയസ് ലിറ്ററേച്ചറാണ്. അതിലെ ഒന്നാണ് വിനയപീഡകം. വിനയം വേണമെന്ന് പറയുന്ന ആരോടാണ്? ബുദ്ധ സന്യാസിനിമാരോടാണ്. ആരാണ്? ബുദ്ധ ഭിക്കു, ബുദ്ധ ഭിക്കുനി. നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഭിക്ഷു, ഭിക്ഷുകി എന്ന് പറയില്ലേ? ഇതിന്റെ ഏത് ഭാഷയാണ്? ഇവിടെ ഉണ്ടാവുമല്ലോ, പ്രാകൃത ഭാഷ. പ്രാകൃത ഭാഷയിലെ പാലി ഭാഷയാണ് ബുദ്ധമതം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. പ്രാകൃതവും പാലിയും ഇപ്പോൾ ക്ലാസിക്കൽ ലാംഗ്വേജ് ആയി, കറണ്ട് അഫയേഴ്സ്. നിങ്ങൾക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടോ? സോ ബുദ്ധ ഭിക്കു, ഭിക്കുനി, ഇവർക്ക് വേണ്ട ഡിസിപ്ലിൻ, അവരുടെ റൂൾസിനെ പറ്റി പറയുന്നതാണ് വിനയപീഡകം. 2 പീഡകങ്ങൾ കൂടെയുണ്ട്. ഏതൊക്കെയാണ്? സൂത്രപീഡകം അല്ലെങ്കിൽ സുത്തപീഡകം. എന്തിനെ പറ്റിയാ പറയുന്നത്? കമന്റ് ആയിട്ട് പറയുക. വിനയപീഡകത്തിന്റെ ഉത്തരം നമ്മൾ പറഞ്ഞു. 3ാമത്തേതാണ് അഭിധമ്മ പീഡകം. അത് എന്തിനെ പറ്റിയാന്ന് പറയുന്നത് കമന്റ് ആയിട്ട് പറയുക. അപ്പോൾ ഞാൻ ഒരു വീഡിയോയുടെ താഴെ കണ്ടതാണ്, സർ ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നത്, സന്തോഷം. അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ നിങ്ങൾ പറയണ്ടേ? എനിക്കിതിന് കൃത്യമായിട്ട് പറയേണ്ട മറുപടി ഒഫൻഡഡ് ആകരുത്, സൗകര്യമില്ല എന്നുള്ളതാണ്. കാരണം എന്താ? ഞാൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴത്തേക്കും അത് ഭക്ഷണം കഴിക്കാൻ പഠിക്കുന്ന പ്രായം വരെ ആദ്യം അമ്മ പാല് കൊടുക്കും. പതുക്കെ പാല് കുടിക്കാനായിട്ട് അവന് പഠിപ്പിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് ചവച്ചിറക്കാൻ പാകത്തിന് ഭക്ഷണം കൊടുക്കും. ഒരു 20-25 വയസ്സായി കഴിയുമ്പോൾ ആ കുട്ടിക്ക് എല്ലാ ദിവസവും വാരി കൊടുക്കാൻ പറ്റില്ല. ആ കുട്ടിക്ക് ചിലപ്പോൾ കൊതി തോന്നിയിട്ട്, അയ്യോ പണ്ട് വാരി തന്നാണല്ലോ എന്നുള്ള കൊതി തോന്നിയിട്ട് കൊടുക്കും. അല്ലെങ്കിൽ വിളമ്പി കൊടുക്കും. ചിലപ്പോൾ അടുക്കളയിൽ പോയി വിളമ്പിക്കൊള്ളാനായിട്ട് പറയും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ 20-25 വയസ്സ് പ്രായത്തിൽ എന്നോട് പറയുന്നത് ഇങ്ങനെ വാരി തരാൻ. ചില ആളുകൾ എന്നോട് പറയുന്നത് എന്താ, ഒന്ന് ചവച്ച് തരുമോ, ഞാനത് ഇറക്കിയാൽ പോരുന്നു. അങ്ങനെ ചെയ്യരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം ഈ വീഡിയോയിൽ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്തോളൂ. അത്രയും ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരണം. സോ ഇനി അങ്ങനെയുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് ഇനിയും കമൻറ്റ് ചെയ്യാം. പക്ഷേ ചോദ്യം ചോദിക്കൽ ഞാൻ നിർത്തില്ല. എല്ലാം എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. പക്ഷേ അതല്ലല്ലോ എൻ്റെ ഒരു രീതി. ജോലി കിട്ടുമ്പോൾ മാസാമാസം ഒരു 10,000 രൂപ വെച്ച് എനിക്ക് തരാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തരില്ലല്ലോ, ശരിയല്ലേ? അപ്പോൾ ആ കാര്യങ്ങളിൽ സ്വന്തം ഒരു എഫേർട്ട് ഇടണം കേട്ടോ. ആ കാര്യങ്ങളിൽ സ്വന്തം ഒരു എഫേർട്ട് ഇടണം. അപ്പോൾ ബുദ്ധിസ്റ്റ് സംഘത്തിനെ പറ്റി പറഞ്ഞു. ബുദ്ധിസ്റ്റ് സംഘത്തിൽ ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ, കച്ചവടക്കാർ, വൈശ്യന്മാർ ഇവരൊക്കെ വന്നു എന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബുദ്ധമതം പഠിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ബ്രീഫായിട്ടുള്ളൊരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഇതിൽ തന്നെ എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കി. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സമുദ്രഗുപ്തനെ പറ്റി വായിക്കും. സമുദ്രഗുപ്തൻ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ കിങ് ഹൂ പ്ലേഡ് വീണ. ആ ക്ലാസ്സിൽ തന്നിട്ട് തന്നെ വീണ വായിച്ച രാജാവ്, സ്വർണ്ണ നാണയത്തിൽ വീണ വായിക്കുന്ന പോലെ കാണിച്ച രാജാവ്. അദ്ദേഹത്തിൻ്റെ വീണ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇദ്ദേഹത്തിനെ പറ്റി ഒരു പ്രശസ്തി പറയുന്നുണ്ട്. ഓർമ്മയുണ്ടോ? എന്താ പ്രശസ്തി? പ്രയാഗ പ്രശസ്തി. അശോക രാജാവിൻ്റെ അലഹബാദ് പില്ലറിൽ ഇദ്ദേഹത്തിൻ്റെ കോർട്ട് പോയിട്ട് എഴുതി വെച്ചു പ്രയാഗ പ്രശസ്തി. അലഹബാദ് ഇന്ന് പ്രയാഗരാജ് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അത് പ്രയാഗ പ്രശസ്തി എന്നറിയപ്പെടുന്നു. എൻ്റെ ചോദ്യം, സമുദ്രഗുപ്തന്റെ ഏത് കോർട്ട് പോയിട്ടാണ് പ്രയാഗ പ്രശസ്തി എഴുതി ചേർത്തത് എന്ന് പറയുക. നോക്കിയേ, ഗുപ്ത സാമ്രാജ്യം നോക്കിയേ. ഗുപ്ത സാമ്രാജ്യത്തിലെ നഗരങ്ങൾ നിങ്ങൾ നോക്കിയേ. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കോർ ഏരിയ പാടലിപുത്രം, അതിൻ്റെ ഔട്ടർ ഏരിയ, അവർ കീഴ്പ്പെടുത്തിയ സദേൺ സിറ്റീസ്, അതായത് മഗധയിൽ മൗര്യന്മാർക്ക് ശേഷം പതുക്കെ വീക്കായി പോയ ആ നോർത്ത് ഇന്ത്യൻ എംപയർ പിന്നീട് പാടലിപുത്രത്തിനെ കേന്ദ്രീകരിച്ച് വളരുന്നത് ഗുപ്തന്മാരുടെ കാലഘട്ടത്തിലാണ്. ഇതൊക്കെ പഠിക്കാൻ കുറച്ചുകൂടെ സമയം നിങ്ങളെടുക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നിങ്ങൾ ചോദിച്ച ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. എന്തൊക്കെയാണ് ഞാൻ
കുറച്ച് നാളിങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് വലിച്ചു നീട്ടി കഴിഞ്ഞപ്പോൾ പഠിച്ച കാര്യങ്ങൾ, ഞാൻ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോഴേ നിങ്ങളോട് പറഞ്ഞിരുന്നു, എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഇല്ല എന്നല്ല, കുറവാണ്. അപ്പോൾ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളെ പറയാൻ പറ്റുള്ളൂ. സോ ഹൗ ടു എൻഡ് പ്രൊക്രാസ്റ്റിനേഷൻ, വലിച്ചു നീട്ടുന്നത് എങ്ങനെ നിർത്താൻ പറ്റും? 1, യു ഷുഡ് സ്റ്റാർട്ട് റീഡിങ് ചാപ്റ്റർ ബൈ ചാപ്റ്റർ. ആദ്യമേ 6 മുതൽ 12 വരെയുള്ള സകലമാന NCERTs കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഇങ്ങനെ പൊടിയടുക്കി നിങ്ങൾ തുടച്ച് അടുക്കി പെറുക്കി നിങ്ങൾ വെക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, 6ാം ക്ലാസ്സിൽ NCERT വാങ്ങുക. ഇല്ല, നിങ്ങൾക്ക് PDF വായിക്കാനാണ് ഇഷ്ടം, ലിങ്ക് ഞാൻ തരാം. അതിലെ ഓരോ ചാപ്റ്റർ മാത്രം വെച്ച് വായിക്കുക. നിങ്ങൾ ഡെയിലി ടാർഗറ്റ് വെക്കണ്ട. നിങ്ങൾ ടാർഗറ്റ് ഓറിയൻ്റായിട്ട് പഠിക്കണം എന്ന് ഞാൻ വാശി പിടിക്കില്ല. നിങ്ങൾ ഓരോ ചാപ്റ്ററായിട്ട് വായിക്കുക. ആരൊക്കെ ഇത് വായിക്കണം? നിങ്ങൾ ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിരൻ്റ് ആണ്, ഇഫ് യു ആർ എ ബിഗിനർ, അതായത് നിങ്ങളൊരു 8 മണിക്കൂറിന് മുകളിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും NCERTs വായിച്ചിരിക്കണം. ഇഫ് യു ആർ നോട്ട് എ ബിഗിനർ, 1-2 അറ്റംപ്റ്റ് കഴിഞ്ഞു, നിങ്ങളൊരു 5-6 മണിക്കൂർ പഠിക്കുന്ന ആളാണ്, 6 മണിക്കൂർ അപ്പോൾ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് പഠിക്കണം നിങ്ങൾക്ക് അറിയാം. ബിക്കോസ് യു ആർ നോട്ട് എ ബിഗിനർ. നിങ്ങളും ഇത് നിർബന്ധമായിട്ട് വായിക്കണം. നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു 3-4 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കുന്നുള്ളെങ്കിൽ ഞാൻ നിങ്ങളോട് NCERT വായിക്കണം എന്ന് പറയില്ല. കാരണം ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ സമയത്താണ് നിങ്ങൾ ഇങ്ങനത്തെ ഷോർട്ട് നോട്ടുകൾ ഇതൊക്കെ നോക്കുന്നത്. പക്ഷേ ഇത് കൂടാതെ വേറെ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണ് നിങ്ങളെങ്കിലും, ഒരു 5-6 മണിക്കൂറിന് മുകളിൽ പഠിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് വായിക്കണം. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഡെയിലി ടാർഗറ്റ്സ് ഇല്ല. നിങ്ങൾ ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ വായിക്കുകയാണ്. വായിച്ച് ഹരം പിടിക്കുമ്പോൾ എക്സ്റ്റസിയിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും ഒരു ദിവസം 3-4 ചാപ്റ്ററൊക്കെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എങ്ങനെ വായിക്കണം? സുഹൃത്തെ, ഞാൻ പറയുന്നുണ്ട്, 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന കാലഘട്ടത്തിനെ പറ്റി, ഇന്ത്യ എന്നുള്ള റിപ്പബ്ലിക്കിനെ പറ്റി പഠിക്കുമ്പോൾ 2026 ഇരുന്ന് വിലയിരുത്തരുത്. അതിന് 950 പോകണം. അപ്പോഴേ ഈ ചരിത്രത്തിനെ ചരിത്രമായിട്ട് പഠിക്കാൻ സാധിക്കൂ. 6ാം ക്ലാസ്സിൽ NCERT പഠിക്കുമ്പോൾ ഇമാജിൻ ദാറ്റ് യു ആർ ഇൻ ദ 6th ഗ്രേഡ്. നിങ്ങൾ 6ാം ക്ലാസ്സിലാണെന്നുള്ള കാര്യം ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ദ പ്രോസസ് ഓഫ് അൺലേണിംഗ് എന്ന് പറയില്ലേ, ഒന്നും അറിയില്ല എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യില്ലേ, ആ ഒരു സ്റ്റേജിലേക്ക് പോവുക. ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആദ്യം വേണ്ടത് ഒരു മാപ്പാണ്. ആമസോണിൽ എപ്പോഴൊക്കെ ഓഫർ വരുന്നുണ്ടോ ഏറ്റവും ലാഭമുള്ള സമയത്ത് ഒരു അറ്റ്ലസ് മേടിക്കുക. ഓക്സ്ഫോർഡിൻ്റെ സ്റ്റുഡൻറ്റ് അറ്റ്ലസ് ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഈ ഓറിയന്റ് ബ്ലാക്ക് സ്വാൻ പോലുള്ള അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൻ്റെ തന്നെ സ്കൂൾ അറ്റ്ലസിനേക്കാളും നല്ലത് എനിക്ക് സ്റ്റുഡൻറ്റ് അറ്റ്ലസ് തോന്നിയത്. ഒരു അറ്റ്ലസ് മേടിച്ച് വയ്ക്കുക. ഞാൻ അറ്റ്ലസ് മേടിച്ചിട്ട് ഏകദേശം 9 വർഷം കഴിഞ്ഞു, 10 വർഷത്തോളം ആവുന്നു. ഇന്ന് വരെ അത് നശിച്ചിട്ടില്ല. കുറേ അപ്ഡേഷനൊക്കെ വന്നു. പിന്നെ തെലങ്കാനയുടെ മാറ്റമുണ്ട്, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ മാറ്റം, ലഡാക്കിൻ്റെ മാറ്റം, അങ്ങനെ പല കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടില്ല. പക്ഷെ ഇന്ന് വരെ അത് നശിച്ചിട്ടില്ല, ഒരൊറ്റ പേജ് പോലും നശിച്ചിട്ടില്ല. അപ്പോൾ അറ്റ്ലസ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ പെട്ടെന്ന് ഗംഗ എന്ന് പറയുമ്പോൾ അറിയില്ലെങ്കിലും നോക്കാം, ബീഹാർ എന്ന് പറയുമ്പോൾ അറിയില്ലെങ്കിൽ നോക്കാം. നിങ്ങൾ തന്നെ സ്വയം ചോദിക്കുക, നമ്മൾ ഇന്ത്യക്കാരാണ് അല്ലെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മളാണ് അധികാരം ഉണ്ടാക്കാനുള്ള പവറൊക്കെ കൊടുത്തത്, പ്രിയാമ്പിളി പറയുന്ന പോലെ. പക്ഷേ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങൾ, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിങ്ങൾക്ക് മാപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? സ്ഥിരം വാർത്തയിൽ വരുന്ന റഷ്യ, ഇറാൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? പേർഷ്യൻ ഗൾഫ് വാർത്തയിലുണ്ട്, നിങ്ങൾക്ക് മാപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? മനസ്സിലേക്ക് വരുത്താൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ പരാജയമൊന്നുമല്ല. അറിയില്ലാത്ത എത്രയോ പേര് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്, ഇല്ലേ? പക്ഷേ ഇഫ് യു ആർ ആൻ ആസ്പിരന്റ്, നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഇനി ആസ്പിരൻ്റ് അല്ല, ഇങ്ങനെ വിവരം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ആസ്പിരൻ്റ് ആണെങ്കിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു അറ്റ്ലസ് നിങ്ങളുടെ കയ്യിൽ വേണം. ആ ഇമാജിനേഷന് അറ്റ്ലസ് നിങ്ങളെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യും. ആദ്യമൊക്കെ നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നും. നമ്മൾ മധ്യപ്രദേശിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞ് വരച്ച് വയ്ക്കുമ്പോഴത്തേക്കും അവിടെ ചിലപ്പോൾ ഉത്തർപ്രദേശ് വരണമെന്നില്ല. അപ്പോൾ നമുക്ക് ചിരി വരും. പക്ഷെ പതുക്കെ ഇമ്പ്രൂവ് ആയിക്കോളും കേട്ടോ. പതുക്കെ ഇമ്പ്രൂവ് ആയിക്കോളും. എങ്ങനെ നോട്ട് ഉണ്ടാക്കണം? നിങ്ങൾ ഒരു ഹാർഡ് കോപ്പി മേടിച്ചാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് ഹൈലൈറ്റ് ചെയ്യുക. ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് ആ ടെക്സ്റ്റ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ ചില കുട്ടികൾ പേജ് മുഴുവൻ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കും. അതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്താണ്? ടു മേക്ക് റിവിഷൻ നോട്ട്സ്. എന്താണ് റിവിഷൻ എന്നാൽ, എന്നെ പഠിപ്പിച്ചൊരു ടീച്ചർ പറഞ്ഞാണ്, ഒരു ബുക്ക് 3 തവണ വായിക്കുന്നതിലല്ല റിവിഷൻ. ഒരു തവണ വായിച്ച ബുക്കിൻ്റെ കണ്ടന്റ് കുറച്ചുകൂടെ കുറച്ച് നമുക്ക് റിവിഷൻ നോട്ടിലേക്ക് എഴുതാൻ പറ്റണം. അത് കുറച്ചുകൂടെ കുറയ്ക്കണം. അങ്ങനെ മൈൻഡ് മാപ്പുകളിലേക്ക് നമ്മൾ നോട്ട് എത്തിക്കുക. ഈ സാധനമാണ് റിവിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ റിവിഷൻ നോട്ടുകളാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഈ റിവിഷൻ നോട്ടുകൾ നിങ്ങൾ A4 ഷീറ്റിൽ തന്നെ ഉണ്ടാക്കണം. ചില കുട്ടികൾ കാശ് ലാഭിക്കാനായിട്ട് ന്യൂസ് പ്രിന്റ് പേപ്പറിൽ, ആ ക്വാളിറ്റിയുള്ള പേപ്പർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ചെറിയ നോട്ട്ബുക്ക് മേടിച്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ അവിടെയൊക്കെ ഒരുപാട് പിശുക്കരുത്. എനിക്കറിയാം, ആസ്പിരൻറ്റിൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ഫേസ് ചെയ്തതാണ്. കയ്യിൽ കാശില്ലാത്ത ഫേസ്, ചോദിക്കാൻ പറ്റാത്ത ഫേസ്. പക്ഷേ അവിടെയും
നിങ്ങൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് A4 ഷീറ്റുകളിലേക്കാണ്. A4 ഷീറ്റുകൾ നിങ്ങൾ ഉപയോഗിക്കണം. നാളെ ഒരു സമയത്ത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ, ഒരു എക്സ്ട്രാ പേപ്പർ അതിലേക്ക് തിരികെ കയറ്റണമെങ്കിൽ നിങ്ങൾക്ക് A4 ഷീറ്റിലേ പറ്റുള്ളൂ. ന്യൂസ് പ്രിന്റ് പേപ്പറൊക്കെ പെട്ടെന്ന് നശിച്ചു, ഒരു തുള്ളി വെള്ളം വീണ നശിച്ചു, ചിലപ്പോൾ പെട്ടെന്ന് കീറിപ്പോവും. ചെറിയ ബുക്കുകളൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് എഴുത്ത് നിർത്തും, അല്ലെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ A4 ഷീറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇറ്റ് ഈസ് എ കൈൻഡ് റിക്വസ്റ്റ്. വേണമെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ പോയി ട്യൂഷൻ എടുത്തോ. ട്യൂഷൻ എടുത്ത് കിട്ടുന്ന കാശ് നിങ്ങൾ A4 ഷീറ്റ് മേടിച്ചോളൂ കേട്ടോ. ഈ റിവിഷൻ നോട്ടുകൾ ഉണ്ടാക്കുമ്പോൾ എന്താ റിവിഷൻ നോട്ട്? NCERT അതുപോലെ പകർത്തി എഴുതുന്ന നല്ല റിവിഷൻ നോട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇപ്പോൾ ഞാൻ കാണിച്ചെന്നില്ലേ, അത് പകർത്തി എഴുതുക. അതിനെ നിങ്ങളുടെ ക്ലാസ് നോട്ടുമായിട്ട് കമ്പയർ ചെയ്യുക. ഇഫ് യു ആർ എ ബിഗിനർ, കയ്യിൽ കണ്ടന്റ് ഇല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുത്ത് പഠിക്കുന്നതിന് അതിനെ അനുകൂലിക്കുന്ന ഒരാളാണ് ഞാൻ. കയ്യിൽ ഓൾറെഡി കണ്ടന്റ് ഉള്ള, കുറച്ചായിട്ട് എഴുതുന്ന ഒരു എഴുതി ശീലം വന്ന, കയ്യിൽ കണ്ടന്റ് ഉള്ള ഒരു വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ നോട്ടിലേക്ക് ഇത് ആഡ് ചെയ്താൽ മതി. പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ബിഗിനർ ആണെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ, പ്രിപ്പറേഷൻ തുടങ്ങി ഒരു 5-6 മാസം കഴിയുമ്പോൾ നിങ്ങൾ പിനാക്കളോ മറ്റോ ഉപയോഗിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വായിക്കില്ലേ? ബുദ്ധമതം പഠിച്ചു, ബുദ്ധനെ പറ്റി പഠിച്ചു, ബുദ്ധിസ്റ്റ് സംഖ്യയെ പറ്റി പഠിച്ചു, ഭിക്കുവിനെ പറ്റി പഠിച്ചു, ഭിക്കുനിയെ പറ്റി പഠിച്ചു. ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ മറന്നുപോയി. ബുദ്ധിസ്റ്റ് സംഖ്യയിൽ ജോയിൻ ചെയ്ത ആദ്യത്തെ ഭിക്കുനി ആരാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആദ്യ ബുദ്ധ സന്യാസിനി ആരാണ്? ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് വായിക്കാം. ഒരു പർട്ടിക്കുലർ പോർഷൻ കഴിഞ്ഞോ, ബുദ്ധമതം കഴിഞ്ഞോ, ക്ലാസ് നോട്ടിലേക്ക് നിങ്ങളത് ക്ലബ് ചെയ്തോ, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഇത്രയും സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ടന്റ് ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ് ആവും. ഇതിനും അപ്പുറത്തേക്ക് ചോദിക്കുമോ? ഇതിനും അപ്പുറത്തേക്ക് ചോദിക്കാനുള്ള സാധ്യത നിലവിലില്ല. ഇപ്പോൾ UPSCക്കൊക്കെ ചോദിക്കുന്നതാണെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ കുറേ ബുക്കുകളുണ്ട്. റെഫറൻസ് പറയാനായിട്ട് ഏൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ ഇന്ത്യക്ക്, കംപ്ലീറ്റ് ഹിസ്റ്ററി ഓപ്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ബുക്കുകളുണ്ട്. പക്ഷെ നിലവിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലാസ്സിനെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള ക്ലാസ്സിൽ ക്വാളിറ്റിയിൽ, കണ്ടന്റിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു മാഷിനോ ടീച്ചറിനെ ഫോളോ ചെയ്യുക. NCERT ഫോളോ ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് മോർ ദാൻ സഫീഷ്യൻറ്റ് ഫോർ SSC RRB എക്സാംസ്. കേട്ടോ? ഓക്കെ, അപ്പോൾ ഈ ഒരു PDF ലിങ്കുകൾ കിട്ടാനായിട്ട്, ഓരോ NCERT സെഗ്രിഗേറ്റഡ് ലിങ്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ GK സിംപ്ലിഫൈഡ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഒന്നെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്ത് GK സിംപ്ലിഫൈഡ് എന്ന് ടൈപ്പ് ചെയ്ത് കയറാം. ഇല്ലെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് NCERT എങ്ങനെ വായിക്കണമെന്നുള്ള ഒരു വീഡിയോ. അടുത്തതായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് പത്രം വായിക്കേണ്ടതെന്നുള്ളതാണ്. അതും ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പത്രം വായിക്കൽ UPSCക്കാർക്ക് മാത്രമാണോ? ആണ്. അല്ല. ആണെങ്കിൽ എന്താ? അല്ലെങ്കിൽ എന്താ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഇതും ഞാനൊരു വീഡിയോ ആയിട്ട്, ഇതുപോലെ ഒരു 30 മിനിറ്റ് താഴെയുള്ള വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരും ഉഷാറായിട്ട് പഠിക്കണം. NCERT എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ അത്രയും സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് യുവർ പ്രിപ്പറേഷൻ. കേട്ടോ? ഒരു കാര്യം കൂടെ പറയാം. NCERT ഞാനൊരു സീരീസ് ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ 6 മുതൽ 12 വരെയുള്ള NCERTകൾ ഒരു സീരീസ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എക്സ്ട്രാ പോയിന്റുകൾ ആഡ് ചെയ്ത് അത് ഓരോ ദിവസവും വീഡിയോ വരുമെന്നൊരു അഷുറൻസ് എനിക്ക് തരാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും ഒരുപാട് ഡിലേ വരാതെ നിങ്ങൾക്ക് ഞാനത് സീരീസ് പോലെ ചെയ്യാം. അതിനുവേണ്ടി കാത്തിരിക്കരുത്, സ്വയം വായിച്ചു തുടങ്ങുക. അത് വരുമ്പോൾ നിങ്ങൾക്കതൊരു ബോണസ് ആയിരിക്കണം. 2, എല്ലാ തവണയും പറയുന്ന പോലെ ഉഷാറായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്. ഇഷ്ടമുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കാം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.